ഹായ് ഓൾ, നമ്മൾ വീക്ക്ലി അനാലിസിസിലേക്കാണ് ഇന്ന് നോക്കുന്നത്. അപ്പം കഴിഞ്ഞ വീക്കിൽ എന്താണ് നടന്നത്, നെക്സ്റ്റ് വീക്കിലേക്ക് ഏതൊക്കെ സ്റ്റോക്സ് ആണ്, പിന്നെ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നേരെ നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. നിഫ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത് ലാസ്റ്റ് വീക്ക് എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 23,800 തൊട്ട് 23,200 250 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. ടൈം ഫ്രെയിം 1 ഡേ ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുന്നത് സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. പക്ക 23,800 ലെവല് പല തവണ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെയും മാർക്കറ്റ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ 23,700 റേഞ്ചിൽ ക്ലോസ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം മിഞ്ഞാന്നും അതേ രീതിയിൽ മാർക്കറ്റ് അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു, പക്ഷെ അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്യാതെ നേരെ താഴോട്ടു. അപ്പം സെല്ലേഴ്സ് ഓൾമോസ്റ്റ് 23,800 നല്ല രീതിയിൽ ഉണ്ട്. അപ്പം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് അധികം ടൈമും ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം താഴോട്ട് വരാൻ മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ തിരിച്ച് കയറുന്നുണ്ട്. ഓക്കെ, അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് 23,800 ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ആയിട്ടുള്ള 23,400 വരെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 600 പോയിന്റ്സിൻ്റെ മൂവ്മെൻറ്റ്, ഒരു പെട്ടെന്നുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് നിഫ്റ്റിയിലുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പം ബ്രേക്ക് ചെയ്യുക 23,800 ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ 300 400 ഒക്കെ ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടം വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ രീതിയിൽ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കറൻ്റ്ലി പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുമ്പോൾ സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അവിടെ ഒരു ടൈറ്റ് റേഞ്ചാണ് മാർക്കറ്റ് നടത്തുന്നത്. ഓക്കെ, 54,400 റേഞ്ചാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ 52,800 ആണ് ഒരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ്. അപ്പം കുറച്ചും കൂടെ ഇവിടെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു ലെവൽ വലുതായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് 24,400 ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സഡൻ ഒരു മൂവ്മെൻറ്റ് അപ് ടു ഈ ഒരു 56,300 അല്ലെങ്കിൽ 400 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ബ്രോഡർ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ മിഡ് ഗ്യാപ്പ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ് നിഫ്റ്റിനെക്കാട്ടും. ബാങ്ക് നിഫ്റ്റിനെക്കാട്ടും കുറച്ചും കൂടെ സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ മിഞ്ഞാന്ന് ടാപ്പ് ചെയ്തു, അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് താഴെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ബോട്ടം ലെവലിൽ നിന്ന് റിജക്ഷൻ മേലോട്ട് കാണിക്കുന്നുമുണ്ട്. അപ്പം തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഹൈ ആണ്. അപ്പം അവിടെ നിന്ന് കയറി അവിടെ പെട്ടെന്ന് താഴോട്ട് വരുമായിരുന്നു. അപ്പം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണ് 22,650 എന്ന് പറയുന്ന ലെവൽ. അപ്പം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അതേപോലെ സ്മോൾ ക്യാപ്പ് നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപ്പിൽ 17,500 ആണ് ഒരു മേജറായ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അതാണ് മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വന്ന് അത് കഴിഞ്ഞ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 16,300 എന്ന് പറയുന്ന റേഞ്ചിൽ മാർക്കറ്റ് 2 തവണ ഓൾമോസ്റ്റ് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു പെട്ടെന്നുള്ള ഫോളും അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയതാണ്. പിന്നെ മാർക്കറ്റ് ഇപ്പോൾ വന്നു ആ ഒരു ഏരിയ തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട്. പക്ഷേ അതൊരു മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു മിഞ്ഞാന്ന് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തു, ഇന്നലെയോ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തു, താഴോട്ട് വരുന്നില്ല. നോക്കാം, നമുക്ക് ഇത് മേലോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ് ടു നല്ലൊരു മൂവ്മെൻറ്റ് സ്മോൾ ക്യാപ്പിൽ കാണാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഒരു 3 or 4% മൂവ്മെൻ്റ് ആണ് സ്മോൾ ക്യാപ്പിൽ കാണുന്നത്. അപ്പം അവിടെ നല്ലൊരു ഗുഡ് ന്യൂസസോ അൺസർട്ടനിറ്റി പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇറാനും US തമ്മിലുള്ള ആ ഒരു വാർ എൻഡ് നടക്കാൻ പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു അൺസർട്ടനിറ്റി ആണ് നിൽക്കുന്നത്. അപ്പം അത് ഓൾമോസ്റ്റ് ട്വിറ്ററിലും ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ മാത്രമേ കാര്യങ്ങൾ നിൽക്കുന്നുള്ളൂ. അവിടെ നിന്ന് മുന്നോട്ട് ഇതൊരു എൻഡ് ആകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം അത് പ്രോപ്പറായ മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വല്ലതും പ്രോപ്പറായി എൻഡ് വരുവാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാർക്കറ്റ് നല്ല രീതിയിൽ മേലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പം നമുക്ക് ഇനി ഈ ഒരു വീക്കിൽ പെർഫോം ചെയ്ത സെക്ടറുകൾ നോക്കാം. ഈ വീക്കിൽ പെർഫോം ചെയ്ത സെക്ടർ എന്ന് പറയാൻ പ്രൈവറ്റ് ബാങ്ക് ആണ്. പ്രൈവറ്റ് ബാങ്ക് ഇന്നലെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് നല്ലൊരു ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് അടുത്ത ഒരു ലെവൽ 26,900 റേഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഇതിൽ. അപ്പം നല്ലൊരു മൊമെൻ്റ് ആണ് കാണുന്നത്. പക്ഷേ ഒരു സൈഡ് വേസ് ഒരു ലാസ്റ്റ് 2 വീക്സിൻ്റെ സൈഡ് വേസ് മൊമെൻ്റം ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഒരു പുതിയൊരു മൊമെൻ്റം കിട്ടുന്ന പോലെയാണ് പ്രൈവറ്റ് ബാങ്ക്സിൽ കാണുന്നത്. അതേപോലെ മെറ്റലാണ് ഈ ഒരു വീക്കിൽ കുറച്ചും കൂടെ പെർഫോം ചെയ്ത് ലാസ്റ്റ് വീക്കിൽ ഇവിടെയാണ് എൻഡ് ചെയ്ത് സംവെയർ അറൗണ്ട് ഹിയർ. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഒരു ഗ്രീൻ സിഗ്നലിലാണ് ഇപ്പോഴത്തെ മെറ്റലിൽ നിൽക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ഒരു മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് കാണുന്നു. അപ്പം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പിന്നെയും തിരിച്ച് പുതിയ ഹൈയിലേക്ക് പോകുന്നതാണ് മെറ്റലിൽ കാണുന്നത്. അപ്പം മെറ്റൽ സെക്ടറിലും നിങ്ങൾക്ക് പ്രൈവറ്റ് ബാങ്ക് ഈ ഒരു വീക്കിൽ കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പം ആ രീതിയിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഹെൽത്ത് കെയർ, ഫാമ ആൻഡ് ഡിഫൻസ് അതും നോക്കാം. ബട്ട് അതിനെക്കാട്ടി ഇന്നും കൂടെ മെറ്റലും പ്രൈവറ്റ് ബാങ്കും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ക്രൂഡ് ഓയിൽ നോക്കുവാണെങ്കിൽ ക്രൂഡ് ഓയിലിൽ സംവെയർ അറൗണ്ട് 120യിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ഇന്നലെ 2 ദിവസം മുമ്പ് ഈ ഒരു ലെവലിൽ 110ൻ്റെ മുകളിലായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് 105ലാണ് ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്രൂഡ് ഓയിലിൽ ഒരു ശമനമുണ്ട്, ഇല്ലെങ്കിൽ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം ബെറ്റർ ഈ ഒരു റേഞ്ച് ഇല്ലെങ്കിൽ 100ൻ്റെ ബിലോ ഒക്കെ വരുവാണെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ്നെസ് കാണാൻ സാധ്യതയുള്ളൂ. അപ്പം 100 ആൻഡ് ബിലോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ വരണമെങ്കിൽ അൺസർട്ടനിറ്റി മാറണം. അപ്പം US ഇറാൻ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രൂഡ് ഓയിലിൽ പെട്ടെന്നുള്ള ഒരു ഡ്രോപ്പ് കാണാം, പ്രൈസിൽ ഡ്രോപ്പ് കാണാം. ഓക്കെ, അതേപോലെ നമുക്ക് മേജറായ വേറെ കൺസേൺ ആണ് ഈ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്ന ഡോളർ വേഴ്സസ് INR പെയറിൽ ഒരു നല്ല രീതിയിലുള്ള ഓൾ ടൈം ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തു 97.3. ഓക്കെ, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ കാണുന്നത്. ബട്ട് ലാസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ട് RBI സ്റ്റെപ്പ് ഇൻ ചെയ്തു, അതിനെ പല കോഷ്യൻസും എടുത്തു. അപ്പം രീതിയിൽ മാർക്കറ്റ് ഒരു ചെറിയ 97.3 നിന്ന് 95.9 ആണ് ലാസ്റ്റ് 3 ഡേയ്സിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇറങ്ങി. അപ്പം ഇതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് റുപ്പി കുറച്ചും കൂടെ സ്റ്റേബിലൈസ് ആവുന്നത്. ഓക്കെ, അപ്പം അവിടെ നമുക്ക് എന്താണ് ഇൻഫ്ലോ വരുന്നുണ്ട് എന്ന് വിചാരിക്കാം ആ രീതിയിൽ, ഇല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഇല്ലെങ്കിൽ ഇമ്പോർട്ട് നമ്മൾ കുറക്കുന്നുണ്ട്, ആ രീതിയിലൊക്കെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഡോളർ കുറച്ചും കൂടെ നമ്മുടെ 94 റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി ഇനിയും സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചും കൂടെ കയറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഓവറോൾ മാർക്കറ്റിൽ എനിക്ക് പറയാനുള്ളത്. നിഫ്റ്റി ഈവൻ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. അപ്പോൾ കറൻറ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ പുതിയൊരു ലെവലിലേക്ക്, അപ്പം ഒരു കൺസോൾട്ടേഷൻ ഇല്ലെങ്കിൽ കോഷ്യസ് രീതിയിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ. അപ്പം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ 3-4 റിസൾട്ട്സ് ഒക്കെ അനൗൺസ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ പിക്ക് ചെയ്ത 2-3 സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്ന് നോക്കിയത് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ്. നല്ല രീതിയിലുള്ള റിസൾട്ട് നല്ല രീതിയിലുള്ള Q4 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ബട്ട് ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആക്ച്വലി ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ആണ് ലാസ്റ്റ് കുറേ കാലമായി, ഓൾമോസ്റ്റ് 2024 തൊട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഗ്രാസിം ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാസിം കഴിഞ്ഞ വീക്കിൽ ഇല്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷനൊക്കെ നടത്തി അത് ബ്രേക്ക് ഔട്ട് ചെയ്തു ആ ഒരു റേഞ്ചിൽ നിൽക്കുവാണ്. കറക്റ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 10% മൂവ്മെൻ്റ് ആണ് ഫ്രം ഹിയർ. ഓക്കെ, ഒരു 3,500 വരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ആ രീതിയിലാണ് ഗ്രാസിം ഇപ്പം നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് ഗ്രാസിമിൽ കാണുന്നത്. അപ്പോൾ റിസൾട്ടും ഭേദപ്പെട്ട റിസൾട്ട് തന്നെയായിരുന്നു. അതേപോലെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അതേപോലെ വേറൊന്നാണ് ഹൊനാസ കൺസ്യൂമറിൽ എന്താന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്, ഒരു സ്ട്രോങ് ആയ റിസൾട്ടാണ് കഴിഞ്ഞ 2 ഡേയ്സ് ഇല്ലെങ്കിൽ ഇന്നലെ പബ്ലിഷ് ചെയ്ത്. അപ്പം ഇവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തു.
ആ ഒരു റേഞ്ചിൽ ഒരു മാർക്കറ്റ് മേലെ വന്ന് അവിടെയും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പം ബ്രേക്ക് ഔട്ട് ചെയ്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇതിൽ നിയർ ബൈ ഈ ഒരു ലെവലാണ്. ഓൾമോസ്റ്റ് 33% ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് അതൊരു 3 or 4 months എടുത്തേക്കാം. നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ് ടു ഹിയർ ഈ ഒരു റേഞ്ച് വരെ നോക്കാം. ഓൾമോസ്റ്റ് ഒരു 14% ഒക്കെ ഷോർട്ട് ടൈം ടാർഗറ്റ്സ് ആയിട്ട് നോക്കാം. ഒരു 440 ആ റേഞ്ചിലേക്കൊക്കെ ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഫിനാൻസിയൽ ചെയ്യാവുന്നതാണ്. റിസൾട്ടൊക്കെ അടിപൊളിയാണ്. അതേപോലെ ടെക്നിക്കലി വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ടും കൂടെ നടന്നിരിക്കുകയാണ്. പിന്നെ വേറൊന്നാണ് ഡിക്സന് ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് വന്നു ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ടിന് വേണ്ടി തയ്യാറെടുപ്പാണ്. അപ്പം ഇതുവരെ എൻട്രി കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പം വോളിയം കൂടെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യാണ്, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതെന്ന് ഫൈൻഡ് ചെയ്യാം. മാർക്കറ്റ് ഇവിടെ നിന്നൊരു അപ് ട്രെൻഡ് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പം വോളിയം കൂടെ ശ്രദ്ധിക്കുക. വോളിയം ഉണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യുക. വോളിയം വിത്ത് സ്ട്രോങ് ബ്രേക്ക് ഔട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ എൻട്രി കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു വീക്കിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ശ്രദ്ധിച്ച് കോഷ്യസോട് കൂടി ട്രേഡ് ചെയ്യുക, പ്രോപ്പറായ റിസ്ക് റിവാർഡുകൾ മാനേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.